1 Korinthosന്റെ 1:30 വായിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്, അതായത് യേശുവാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം യേശുവാണ്. ദൈവം യേശുവിനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു. അവിടുന്ന് നമ്മളെ യേശുവിനെ നമുക്ക് വേണ്ടി പരിത്രാണമാക്കിയിരിക്കുന്നു. നമ്മളുടെ രക്ഷ, നമ്മുടെ വിടുതൽ യേശു എന്ന നാമത്തിന്റെ ശക്തിയിലാണ്. പ്രിയപ്പെട്ടവരെ, ഇത് പൈശാചിക ശക്തികൾക്ക് നല്ലതുപോലെ അറിയാം. ഒരു പക്ഷേ നല്ല തുറവിയോടുകൂടി തുറന്ന മനസ്സോടുകൂടി അല്ലെങ്കിലും എന്നെ കേൾക്കുന്ന എല്ലാ സമയത്തും നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നും, ഞാൻ എന്തിനാണ് ഈ പിശാചിനെ കുറിച്ച് സംസാരിക്കുക? പിശാചിനെ കുറിച്ച് സംസാരിക്കുന്നത് പിശാചിനെ മഹത്വപ്പെടുത്തുവാനോ പിശാചിനോട് പ്രത്യേക താല്പര്യം ഉണ്ടായിട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തീയ ജീവിതം ഒരു ആത്മീയ സമരമാണ്, അതൊരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ഞാനും നിങ്ങളും വിജയിക്കണമെങ്കിൽ നമ്മുടെ എതിരാളിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് എതിരാളിയെ കുറിച്ച് നമ്മൾ എന്തുമാത്രം അറിയുന്നുവോ അത്രമാത്രം അവൻ പരാജയപ്പെടും, അവന്റെ രാജ്യം പരാജയപ്പെടും. അതുകൊണ്ടാണ് പലർക്കും അത് മനസ്സിലാകുന്നില്ല. പിശാചിനെ മഹത്വപ്പെടുത്തുവാനോ പിശാചിനെ കുറിച്ച് സംസാരിക്കാനോ അല്ല. അത് സംസാരിക്കുമ്പോൾ അവൻ ആരാണെന്നും അവൻ കള്ളനാണെന്നും അവൻ നുണയനാണെന്നും അവൻ നശിപ്പിക്കുന്നവനാണെന്നും അവന് വളരെയധികം കൗശലതയുണ്ടെന്നും അവൻ വളരെ കൗശലപൂർവ്വം എങ്ങനെയാണ് മനുഷ്യരാശിയെ വഞ്ചിക്കുന്നെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് രക്ഷയിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനി, യഥാർത്ഥമായ സഭ 2 വ്യക്തികളെ കുറിച്ച് സംസാരിച്ചിരിക്കണം. 1 രാജാതിരാജനായ യേശുക്രിസ്തുവിനെ കുറിച്ചും 2 യേശുവിന്റെ ശത്രുവായ പിശാചിനെ കുറിച്ചും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളുടെ സുവിശേഷ പ്രസംഗത്തില് യേശുവിന്റെ രാജ്യവും പിശാചിന്റെ രാജ്യവും എടുത്തു കാണിക്കാത്തത്തോളം കാലം നമ്മള് ഇതേക്കുറിച്ചൊക്കെ അജ്ഞരായതുകൊണ്ട് വെറും ലൗകികമായ വിജ്ഞാനത്തിലൂടെ നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും നമ്മുടെ രക്ഷയെ അത് ബാധിക്കും. ഇന്ന് നമ്മളുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും വെറും ലൗകികമാണ്. നമുക്ക് ധാരാളം നല്ല പ്രവർത്തനങ്ങൾ കാണും, നല്ല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാണും. നമുക്ക് നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് മഹത്വപ്പെടുത്തുവാൻ സാധിക്കും. പക്ഷെ ഇതിനൊന്നും യാതൊരു പ്രാധാന്യവും ഇല്ല. അതിനെന്തെങ്കിലും പ്രാധാന്യം ഉണ്ടെങ്കിൽ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് യേശു എന്ന നാമത്വ, യേശുവിന്റെ രാജ്യത്തിനാണ്. ആ യേശുവിന്റെ രാജ്യത്തിന് യാതൊരു പ്രാധാന്യവുമില്ല, യേശുവിന്റെ നാമത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. യേശുവല്ല നമ്മുടെ വിഷയം, യേശുവല്ല നമ്മുടെ ചിന്ത, യേശുവല്ല നമ്മുടെ പ്രവർത്തനത്തിന്റെ ലക്ഷ്യങ്ങള് എന്ന് വരുമ്പോൾ നമ്മൾ വിജാതീയരുടെ കൂട്ടത്തിൽപ്പെടും. ഒരു ക്രിസ്ത്യാനി, ഒരു ക്രിസ്തീയ സഭ എന്ന് പറയുമ്പോൾ നമ്മളുടെ 24 മണിക്കൂറുമുള്ള നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം യേശുവാണ്, യേശുവിന്റെ രാജ്യമാണ്. നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ രക്ഷിക്കുവാനുള്ള വലിയ ദൗത്യമാണ് സഭയ്ക്ക്. ആ സഭയിലാണോ നിങ്ങൾ പ്രിയപ്പെട്ടവരെ? എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല പൂർണ്ണമായ ബോധ്യത്തോടുകൂടി ദൈവത്തിന്റെ മുമ്പിൽ എനിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പറയാൻ സാധിക്കും, ഇന്ന് ഞാൻ സഭയിലാണ്. ഒരുപക്ഷെ മനുഷ്യന് കാണുന്ന രീതിയിലുള്ള സഭയിലായിരിക്കത്തില്ല. ദൈവത്തിന്റെ സഭ, യേശുവിന്റെ സഭ ആത്മീയമാണ്. അവിടെ യേശുവാണ് ആ സഭയുടെ ശിരസും. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവര്, യേശുക്രിസ്തുവിന്റെ അനുയായികള്, യേശു ചെയ്ത അതേ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് സഭ. ആ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങള് ആ സഭയിലാണോ? അതോ വെറും മാനുഷ്യ നിർമ്മിതമായ ചില സംവിധാനങ്ങളിൽ മാത്രം സിനഗോഗുകളും ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റൊരു സിനഗോഗ് എന്ന് തോന്നത്തക്കവണ്ണം യേശുവിന് യാതൊരു സ്ഥാനവുമില്ലാത്ത ഒരു സിനഗോഗാണോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് നമുക്ക് മനസ്സിലാക്കി തരുവാൻ ഈ ലോകത്തിലെ വിജ്ഞാനത്തിന് സാധിക്കത്തില്ല. ഞാൻ എത്രമാത്രം പഠിച്ച് എൻ്റെ അറിവ് നിങ്ങളിലേക്ക് വിളമ്പി തന്നാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇത് ദൈവത്തിന്റെ ആത്മാവ് തരുന്ന വലിയ കൃപയാണ്. ഈ കൃപ എല്ലാ മനുഷ്യരിലേക്കും ദൈവം ചൊരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ലഭിക്കാത്തതിന്റെ കാരണം നമ്മൾ തുറന്ന മനസ്സോടുകൂടി നമ്മൾ കേൾക്കുന്നില്ല. ഇപ്പോൾ തന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏത് മനോഭാവത്തിലാണ് കേൾക്കുക? യേശുവിനെ നേരിട്ട് 2000 വർഷം കേട്ട അനേകരുണ്ട്. എല്ലാവരും അവനെ സ്വീകരിച്ചിട്ടില്ല. അവനെ പുച്ഛിച്ചവരുണ്ട്, അവനെ കുറ്റപ്പെടുത്തിയവരുണ്ട്, അവനെ പീഡിപ്പിച്ചവരുണ്ട്, അവനെ കല്ലെറിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ മനോഭാവം എന്താ? നമ്മളുടെ മനോഭാവത്തിന്റെ നമ്മൾ ഏത് വിധത്തിൽ നമ്മൾ ശ്രവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ സത്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുക. എന്തുകൊണ്ടാണ് യേശുവിന്റെ നാമത്തിന് ശക്തി ഉള്ളതെന്ന് ചോദിച്ചാൽ, പിശാച് യേശുവിനെ അംഗീകരിക്കുന്നുണ്ട്. പിശാചിനെ അറിയാം
അവനെ പരാജയപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു നാമം, ഒരേ ഒരു വ്യക്തി യേശു എന്ന നാമമാണ്. കൊളോസോസിന്റെ 2-ാം അധ്യായത്തില് 15-ാമത്തെ വാക്യത്തിലേക്ക് നോക്കാം. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ, അതായത് യേശു, നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനപാത്രമാക്കി. ഇത് സാത്താന് നല്ലതുപോലെ അറിയാം. യേശു ക്രിസ്തു 2000 വർഷം മുമ്പ് ആ കുരിശിൽ എന്താണ് നിർവഹിച്ചെന്ന് പിശാചിനറിയാം. ആ കുരിശിലൂടെ യേശു അവനെ നിരായുധമാക്കി, അവനെ ഒരു അവഹേളന പാത്രമാക്കി, അവനെ പരസ്യമായി അവഹേളിച്ചു, അവനെ പരാജയപ്പെടുത്തി. അതുകൊണ്ട് തന്നെയാണ് യേശുവിനെ മാത്രം, യേശു എന്ന നാമത്തെ മാത്രം പിശാചു ഭയപ്പെടുന്നത്. ഒരു ക്രിസ്തു ശിഷ്യന് സഭയാണെങ്കിൽ യേശു കൊടുക്കുന്ന ഏറ്റവും വലിയ അധികാരം യേശുവിന്റെ അധികാരമാണ്. അതുകൊണ്ട് ഞാനാകുന്ന സഭ, നിങ്ങളാകുന്ന സഭ യേശു ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങൾക്ക്, എനിക്കും യേശു ചെയ്ത അതേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് സാധിക്കുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഞങ്ങളാരും ഏതെങ്കിലും കോളേജിൽ പോയി ഇതെല്ലാം കാണാപ്പാഠം പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായിട്ടല്ല ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്. ഇത് ജീവിതത്തില് അനുഭവത്തിലൂടെ 25 കൊല്ലത്തെ 10,000ങ്ങളോട് പ്രസംഗിച്ചതിന്റെ വെളിച്ചത്തിൽ അനുഭവത്തിലൂടെ കണ്ടതാണ്. കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതുമാണ്. പിശാചുക്കൾ പുറത്തു പോകുന്നതും വലിയ വലിയ രോഗശാന്തി നടക്കുന്നതും ഞങ്ങളുടെ ശുശ്രൂഷകളിലൂടെ യേശു ക്രിസ്തു ചെയ്ത കാര്യങ്ങൾ നേരിട്ട് കാണാനും അനുഭവിക്കാനും സാധിച്ചതിന്റെ വെളിച്ചത്തിലാണ്. അല്ലാതെ തിയോളജി പഠിച്ചിട്ടോ ഫിലോസഫി പഠിച്ചിട്ടോ അല്ല. അതൊക്കെ പഠിച്ചതെങ്കിൽ പക്ഷേ ഞാൻ ഈ അനുഭവത്തിലേക്ക് ചിലപ്പം വരികയില്ലായിരുന്നു. അത് ചിലപ്പോൾ ഒരു തടസ്സമാകാം. നമ്മളുടെ പഠനങ്ങൾ പലപ്പോഴും നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനായിട്ട് സഹായിക്കുന്നുവോ അതോ ക്രിസ്തുവിൽ നിന്നും അകറ്റുവാനായിട്ട് സഹായിക്കുന്നുവോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പത്രോസും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ശിഷ്യന്മാർക്കും ഒന്നും വലിയ പഠിപ്പില്ലായിരുന്നു. അവർക്കുണ്ടായിരുന്നത് ഒന്ന് മാത്രമാണ്, യേശു എന്ന നാമം. ആ പത്രോസും യോഹന്നാനും പെന്തക്കോസ്ത കഴിഞ്ഞിട്ട് ഒരു ദിവസം പ്രാർത്ഥിക്കുവാനായിട്ട് ചെന്നപ്പോൾ ആ ദേവാലയത്തിന് പുറത്ത് ഒരു മുടന്തനായ മനുഷ്യൻ വർഷങ്ങളായിട്ടിരുന്ന് യാചിക്കുകയായിരുന്നു. പത്രോസിനെ കണ്ടപ്പോൾ അവൻ യാചിക്കാൻ വേണ്ടി എന്തെങ്കിലും തരണമേ എന്ന് യാചിച്ചു. പത്രോസ് ഒരു കാര്യം പറഞ്ഞു, വെള്ളിയും സ്വർണവും എനിക്കുള്ളത് ഞാൻ നിനക്ക് തരാം. പ്രിയപ്പെട്ടവരെ, എന്താണ് വെള്ളിയില്ല, സ്വർണമില്ല, പഠിപ്പില്ല, ഒരു കോളേജിലും പോയിട്ടില്ല, ഒരു തിയോളജിയും പഠിച്ചിട്ടില്ല, ഒരു ഫിലോസഫിയും പഠിച്ചിട്ടില്ല, സമൂഹത്തിൽ അറിയപ്പെടാത്ത താഴ്ന്ന ജാതിക്കാരനായ ഒരു മുക്കുവൻ. അവൻ എന്തുണ്ട്? അവനൊന്നുമില്ലായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞു, എനിക്കുള്ളത് ഞാൻ തരാം. അവനുള്ളത് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ നാമങ്ങളും. ആ നാമം കേൾക്കുമ്പോൾ മുട്ടുകുത്തി ആരാധിക്കുന്നു. യേശുവിന്റെ നാമം പത്രോസിനുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്കുള്ളത് ഞാൻ തരാം. നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അത്ര മാത്രമേ ഉള്ളൂ. ആ സമയം ആ മുടന്തനായ മനുഷ്യൻ എഴുന്നേറ്റ് തുള്ളിച്ചാടി. ഇനി നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഈ പറയുന്നതിന് സാക്ഷ്യം വഹിച്ച അനേക ആയിരങ്ങളുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൂടെ എത്രയോ തളർവാദ രോഗികൾ ഈ മനുഷ്യൻ സംസാരിച്ചപ്പോഴും, ഈ തിയോളജി ഇല്ലാത്തതും ഫിലോസഫി ഇല്ലാത്തതും മനുഷ്യന് മുമ്പിൽ ഒരു പക്ഷേ അംഗീകാരമില്ലാത്തതുമായ ഈ മനുഷ്യനും നസ്രനായ യേശു ക്രിസ്തു നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് തളർന്നു കിടന്നവർ എഴുന്നേൽക്കുന്നത് ആ യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കും. ആ യേശുവിന്റെ നാമത്തിന്റെ ശക്തി നമുക്ക് വെളിപ്പെടുത്താത്തതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ സാധിക്കാതെ പോകും. യേശുവിന്റെ നാമത്തിന്റെ ശക്തി അനുഭവിക്കുന്നില്ലെങ്കിൽ, അറിയുന്നില്ലെങ്കിൽ. കാരണം യേശുവിനെ കുറിച്ച് ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ, അതായത് യേശു, അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. യേശുവിന്റെ ശക്തിയുടെ വചനം ഈ പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിർത്തുന്നതാണ്. ഇംഗ്ലീഷില് വളരെ മനോഹരമായിട്ടുണ്ട്, ജീസസ് ക്രൈസ്റ്റ് upholds the universe by the power. ഈ പ്രപഞ്ചം മുഴുവനും യേശുവിന്റെ ശക്തിയുടെ വചനത്താൽ താങ്ങി നിർത്തിയിരിക്കുന്നതാണ്. അതിനപ്പുറത്ത് എന്ത് ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ? ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. ഒരു നിമിഷം യേശു ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ ആരും ഇവിടെ ഉണ്ടായിരിക്കത്തില്ല. യേശുവിന്റെ ശക്തിയാണ് ഈ പ്രപഞ്ചം മുഴുവനും താങ്ങി നിർത്തിയിരിക്കുന്നത്.